ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ ഫ്രൈഡേ നൈറ്റാണ് കേട്ടോ. ഇത് ഫ്രൈഡേ വെള്ളിയാഴ്ച 11:30 മുതൽ ഒരു 2:30 വരെയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ രാത്രി പുറത്ത് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നാഷണൽ ഡേ ആയതുകൊണ്ട് എല്ലാവരുടെയും കംപ്ലീറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി 11:30ക്കുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. അത്യാവശ്യം വണ്ടികളൊക്കെ റോഡിലുണ്ട്. ഇതൊക്കെ നാഷണൽ ഡേൻ്റെ ഡെക്കറേഷൻസാണ്. നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ. ലൈറ്റൊക്കെ വെച്ചിട്ട് എല്ലാ മരത്തിനും മുകളിലും റോഡ് സൈഡ് കംപ്ലീറ്റ് വെച്ചിട്ട് നല്ല സൂപ്പറാണ് കാണാൻ. അതുപോലെ തന്നെ ഇതൊരു ക്ലോക്ക് റൗണ്ട് ബോട്ടാണ് കേട്ടോ. ഇതും നല്ല അടിപൊളി. ഇതെല്ലാം നാഷണൽ ഡേൻ്റെ പ്രമാണിച്ച് സംഭവിച്ചത് തന്നെയാണ് കേട്ടോ. നാഷണൽ ഡേ ആകുമ്പോഴേക്കും ഇവിടെ എല്ലാ ബിൽഡിങ്സിലും ലൈറ്റും ഒക്കെ വെച്ച് റോഡ് സൈഡൊക്കെ ലൈറ്റ് വെച്ച് ഇതുപോലെ നല്ല അടിപൊളിയാക്കി ഡെക്കറേഷൻ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം കുറച്ചുകൂടി കുറവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണയുള്ളതിനേക്കാളും ഇന്നൊരു മാറ്റമുണ്ട്. കാരണം ഇന്ന് ഞങ്ങൾ മാത്രമല്ല ഉള്ളത്. ഞാനും ലച്ചും ഏട്ടനും അതുപോലെ തന്നെ പിന്നെ ഏട്ടനും കൂടെ വർക്ക് ചെയ്യുന്ന ഷോപ്പിലുള്ള ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ 11:30 കഴിഞ്ഞാൽ അവർക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 11:30ക്ക് ഇറങ്ങി. അപ്പോൾ ഇന്നേ സ്ഥലത്ത് പോകാനുള്ള പ്ലാനിങ് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പോയി എവിടേക്കെങ്കിലും പോകാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവർ ഫുൾ ടൈം ഷോപ്പിൽ തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ എങ്ങോട്ടാണെന്നുള്ളതൊന്നും അറിയാണ്ട് ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന റെഡ് ലൈറ്റുള്ളതാണ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടുത്തെ മിലിറ്ററി ഹോസ്പിറ്റലാണത്. അതുപോലെ തന്നെ നല്ല മഞ്ഞുണ്ട് ഇപ്പോൾ കേട്ടോ. തണുപ്പ് തുടങ്ങിയുകൊണ്ട് നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ട് ലൈറ്റൊക്കെ കാണില്ലേ, കുറച്ച് മങ്ങി കിടക്കുന്ന ആ ഒരു ലൈറ്റ് ഡെക്കറേഷൻ ചെയ്ത് വെച്ച് നിൽക്കുന്നത് എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ആ റോഡിലേക്ക് ഇന്നവരെ ഞാൻ കയറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോവാണ് എവിടേക്കെന്നറിയാത്തൊരു യാത്രയിലേക്കാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പാർക്കിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഈ ഒരു വ്യൂ ആണില്ലേ, ഇതാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ ബിൽഡിങ്സും കാണാൻ പറ്റുന്നൊരു ഏരിയ ആണിത്, മനാമത്താനായിട്ടോ. അപ്പോൾ അവിടെ ഏകദേശം എല്ലാ LMR ഓഫീസ്, ഗവൺമെൻറ് ഓഫീസ്, അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ കുറച്ച് ഡെക്കറേഷൻസ് കൂടുതലുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു സ്ഥലത്തുള്ള വീഡിയോ ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് എനിക്ക് ഇന്നേവരെ ഈ ഒരു ബിൽഡിങ്സ് ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ ഇതുവരെ പറ്റിയില്ല. പക്ഷേങ്കിൽ ഇപ്പം എനിക്ക് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എന്നാലും വണ്ടീൻ്റെ ഗ്ലാസ് കുറച്ചൊരു ഇതുള്ളത് കൊണ്ട്, ക്ലിയർ അല്ലാത്തത് കൊണ്ട് എനിക്ക് അത്ര തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. കാരണം ഇതുവരെ ഞാൻ വന്നപ്പോൾ മുതൽ എടുക്കാൻ തുടങ്ങിയ വീഡിയോ ആണ്. ഇന്നേവരെ എനിക്ക് കറക്റ്റ് നല്ലൊരു വ്യൂവിൽ കിട്ടിയില്ല. എനിക്കെന്തോ ഈ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ എന്തോ ഒരു നല്ലൊരു ഫീൽ തോന്നും. കാരണം ബിൽഡിങ്ങിൻ്റെയൊക്കെ നടുക്കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ അതൊരു വേറെ വൈബാണ് ഗൈസ്. അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ വണ്ടിയിൽ പാട്ട് വെച്ചതുകൊണ്ട് നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. എനിക്ക് ഇവിടെ നിന്നാണ് കേട്ടോ ശരിക്ക്. ഇവിടുത്തെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നല്ല പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരു നല്ല സൂപ്പർ വൈബാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്സ് ഉണ്ട്, മാള്, ഷോപ്പിംഗ് മാള്, അങ്ങനത്തെ എന്തൊക്കെ ബിൽഡിംഗ് എന്ന് കറക്റ്റ് പറഞ്ഞാൽ ഇതിലുള്ള ഒരു ബിൽഡിങ്ങിൽ ഞാൻ ഇന്നേരം കയറിയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഇവിടെയും 2 വീലേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ന്യൂജൻ പിള്ളേരാണ് ഇവിടുത്തെ 2 വീലേഴ്സിൽ, അല്ലെങ്കിൽ മറ്റേ കൊറിയർ സർവീസ് അവർ. ഇതെന്തൊരു ഗവൺമെൻറ് ഓഫീസോ അങ്ങനെ എന്തോ ഓഫീസാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണിത്. നല്ല അടിപൊളിയായിട്ടില്ല. ആ ഡെക്കറേഷൻ എനിക്കിഷ്ടമായി. അങ്ങനെ ഞങ്ങൾ എന്തെന്നില്ലാത്ത യാത്ര ലാസ്റ്റ് ബുസൈറ്റിയിലെത്തി ഗൈസ്. ഇവിടെ അത്യാവശ്യം നാഷണൽ ഡേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന, നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഇവിടെയും വളരെ കുറവായിരുന്നു ഡെക്കറേഷൻസൊക്കെ. അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്കാണ് കേട്ടോ കയറിയത്. പാർക്കിൽ പോയി എയർപോർട്ടിനടുത്തുള്ള പാർക്കിലാണ് കേട്ടോ വന്നത്. അങ്ങനെ ലയിച്ചു അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഏട്ടനോട് ആക്രമം. അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും കൂടി അതിൻ്റെ മുകളിൽ കയറി. ബാക്കി എല്ലാവരും അവിടെ നിന്ന് നടക്കായിരുന്നു. പിന്നെ ലയിച്ചിന് പിന്നെ ഏതെങ്കിലും മാമന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാമ വിളിച്ചിട്ട് അവരോട് പോയിക്കോളും. അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ അടിക്കാനില്ല. അങ്ങനെയാണ്. പിന്നെ അവൾ അവിടെ നിന്ന് ഇങ്ങനെ കുറേ എൻജോയ് ചെയ്ത് ആൾക്ക് ഭയങ്കര
സന്തോഷമായിട്ടാണ്. അപ്പോൾ അവരെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ കാണുന്ന ഈ മതിലിൻ്റെ അപ്പുറത്ത് ശരിക്കും കടലാണെങ്കിലും അതിൽ വെള്ളമില്ല ഗൈസ്. നമ്മളെന്താ പറയുക, വറ്റി വരേണ്ട പുഴ എന്നെല്ലാം പറഞ്ഞാൽ വറ്റി വരേണ്ട കടലാണ് ഗൈസ് ഇത്. ഇനി നടുക്കാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് നികത്തിയിട്ടല്ലേ ഓരോ ബിൽഡിങ്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കാം ചിലപ്പോൾ ഇത്. അതുകൊണ്ടായിരിക്കും അതിൽ വെള്ളമില്ലാത്തത്. അതിൽ കാണാൻ അവിടെയും കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നല്ല ലൈറ്റ് കാണുന്ന ആ സ്ഥലമാണ് ഇവിടുത്തെ എയർപോർട്ട്. ഞാൻ കുറേ നേരം അവിടെ നിന്ന് നോക്കി. കാരണം സാധാരണ ഇവിടെ ഈ പാർക്കിൽ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ വിമാനം ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന പ്രമാണിച്ചാണോ എന്നറിയില്ല, ഒന്നുപോലും എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല ഗൈസ്. അങ്ങനെ ലാസ്റ്റ് എനിക്ക് കിട്ടിയായിരുന്നു. കണ്ടോ ഇവിടുത്തെ കടലിൻ്റെ ഒരവസ്ഥ. ഇവർ മണ്ണിട്ട് നികത്തുന്നതാണ്, വേറെ ഒന്നുമല്ല. അല്ലാണ്ട് കടൽ പറ്റിയൊന്നുമല്ല കേട്ടോ. ഒരു മണ്ണിട്ട് നികത്തിന് ശേഷം മേലെ വെള്ളം പൊന്തി വരുന്നതാണെന്നാണ് എൻ്റെ ഒരു ഇത്. കുറേ നേരം ഞാനിങ്ങനെ അവിടെ ഒറ്റയ്ക്ക് അവിടെ നിന്നു, കുറേ അവിടെ നടന്നു. അതാ കണ്ട, ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്ക് അത് പറഞ്ഞു. ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ഇതായിരുന്നു. പക്ഷേ എനിക്ക് കറക്റ്റ് വീഡിയോ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം തിരിച്ച് ഒരു ഗ്രില്ല് കഴിക്കാനുള്ള ആഗ്രഹത്തിൽ ഞങ്ങൾ പോവാണ്. ഇത് എയർപോർട്ടാണ് കേട്ടോ. പക്ഷേങ്കിൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആ റോഡിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ബഹ്റൈനിലെ എയർപോർട്ട്. നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെയാണ് കേട്ടോ വരുന്നത്. കയറുമ്പോൾ ഇവിടെയല്ല, ഇറങ്ങുമ്പോഴാണ് തോന്നുന്നത് ഇവിടെ. അങ്ങനെ ഗ്രില്ല് നോക്കിപ്പോയി, പക്ഷെ ഞങ്ങൾക്ക് ഗ്രില്ല് കിട്ടിയില്ല. കാരണം ഷോപ്പെല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയത് എന്തോ ഒരു ചിക്കൻ ടിക്കറ്റും വെച്ചിട്ടുള്ള റോളാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. സമയം ഇപ്പോൾ 2:20 ഈ ഒരു സമയത്ത് ഇവിടുത്തെ വ്യൂ കണ്ടു ഗൈസ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇല്ല, ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് റോഡ് സൈഡിൽ വീട്ടിലൊന്നും ഷോപ്പിൽ ഒരു ലൈറ്റും ഉണ്ടാവില്ല, എല്ലാം ഓഫ് ചെയ്തിട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ വ്യൂ ഇങ്ങനെയാണ്. അത്യാവശ്യം വണ്ടിയും റോഡിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ